അല്പസമയം തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നിയുക്തരായിരിക്കുന്നത് ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ചർച്ചിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ ദൈവദാസൻ ആദരണീയനായ പാസ്റ്റർ തമ്പി എബ്രഹാമാണ്. അദ്ദേഹം കായംകുളത്ത് യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ തുറന്നുള്ള ഏതാനും മിനിറ്റുകൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകുന്നു, ഇതിലും പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടോ? പാസ്റ്റർമാരാണ് മൈക്ക് കിട്ടിയാൽ അവര് പ്രസംഗിക്കാതെ വിടത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാകാം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ. ഒരു കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ ഒരു കുടുംബ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ഉപദേശങ്ങളും എല്ലാ ആലോചനകളും ദൈവത്തിന്റെ ഹിതവും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് ഇന്നിവിടെ അല്പസമയം ഈ വചനം കേൾക്കുന്നത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യും എന്നുള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ അല്പസമയം എന്നെ കേൾക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇത് ഇവിടെ ഇരിക്കുന്ന ഷൈജുവിന്റെയും ഷെറിന്റെയും വിവാഹത്തെ കുറിച്ചല്ല നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ മധ്യയിൽ നടക്കുന്ന വിവാഹ നിശ്ചയത്തെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ക്രൈസ്തവ വിശ്വാസമുള്ളവരാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാളനായും തന്നിൽ വിശ്വസിക്കുന്ന രക്ഷിതഗണം മണവാട്ടി എന്നുള്ളതായിരിക്കുന്ന സങ്കല്പത്തിലാണ് ഈ ചിന്ത ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ വിശ്വാസികൾ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വിവാഹ നിശ്ചയ ദിവസമാണ് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു, വിവാഹ ദിവസത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു ദിവസമാണ് വിവാഹ നിശ്ചയ ദിവസം. കാരണം ഇന്നാണ് ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു തീരുമാനം എടുക്കുന്ന ദിവസം. ഇനി നടക്കാൻ പോകുന്ന 25-ാം തീയതി നടക്കാൻ പോകുന്ന വിവാഹം അതിന്റെ ബാക്കിയും ആണ്. എന്നാൽ ഇന്നെടുക്കുന്ന തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് 25-ാം തീയതി അടുത്ത ദിവസം ആ വിവാഹം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ദിവസം വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ പ്രാർത്ഥന ആവശ്യമുള്ളതായിരിക്കുന്ന സമയങ്ങളാണ്. നമ്മൾ ഒരു വീട് പണി നടത്തുമ്പോൾ ആ പണികൾ തെറ്റിപ്പോയാൽ നമുക്കത് പൊളിച്ചു വേറെ പണിയാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിച്ചാൽ, വീട്ടുപകരണങ്ങൾ വാങ്ങിച്ചാൽ, നമുക്കത് വേണ്ട എന്ന് വെച്ചാൽ, അത് പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊന്ന് വാങ്ങാനായിട്ട് കഴിയും. എന്നാൽ വിവാഹ നിശ്ചയത്തിലൂടെ അടുത്ത ദിവസം സമ്മതത്തിലൂടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും ബന്ധത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്
ഈ വിവാഹ നിശ്ചയ ദിവസവും ഈ നടക്കുന്ന വിവാഹവും അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ദിവസമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ വിവാഹത്തെ കുറിച്ചും വിവാഹ നിശ്ചയത്തെ കുറിച്ചും ധാരാളം കാര്യങ്ങൾ നമുക്ക് വായിച്ചു പഠിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഉപമകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ 3 നഷ്ടപ്പെടലിന്റെയും അത് വീണ്ടുകിട്ടിയതിനെയും കുറിച്ചുള്ളതായിരിക്കുന്ന അതിന്റെ സന്തോഷത്തെ കുറിച്ച് വിവരിക്കുന്നതായിരിക്കുന്ന ഉപമകളാണ്. ഒന്ന്, ഒരു മനുഷ്യന് 100 ആളുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. ആ ഇടയിൽ ആ 99 ആളുകളെയും വിട്ടതിന് ശേഷം ഒന്നിനു വേണ്ടി തിരയുന്നു, അതിനെ കണ്ടെത്തുന്നു, അതിനെ മടക്കിക്കൊണ്ടുവരുമ്പോൾ വളരെ സന്തോഷത്തോടെ മടങ്ങി. മറ്റൊരു ഉപമ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, ഒരു സ്ത്രീക്ക്, ഒരു സഹോദരിക്ക് 10 പണം ഉണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. അവൾ വിളക്ക് കത്തിച്ചു, വീടുകളെല്ലാം അടിച്ചു മാറി, അവസാനം ലഭ്യമായി തീർന്നു. അത് കിട്ടിയപ്പോൾ അയൽക്കാരെ വിളിച്ച് വളരെ സന്തോഷം നടത്തുന്നു. മൂന്നാമത്തെ ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനുമായി അദ്ദേഹത്തെ ലഭിക്കേണ്ടതായ വിഹിതം വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്നു. എന്നാൽ അന്ന് മുതൽ അപ്പൻ ആ മകന്റെ മടങ്ങി വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസം ആ മകൻ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നു. ആ മടങ്ങി വരുന്ന ദിവസം ആ വീട്ടിൽ വലിയ സന്തോഷത്തിൻ്റെതായിരിക്കുന്ന ദിവസമായി ഇവിടെ പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അതിലെ 2ാമത്തെ ഉപമ ഇങ്ങനെയാണ്. ഒരു സ്ത്രീക്ക് 10 അന്ന് ഉപയോഗിച്ച പണത്തെ കുറിച്ചാണ്. അതിലൊന്ന് നഷ്ടപ്പെട്ടു. അവളത് കണ്ടെത്തുവാനായി ശ്രമിക്കുന്നു. അതിനെക്കുറിച്ച് യഹൂദ പാരമ്പര്യം പറയുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വിവാഹ ആലോചന നടന്ന് ആ വിവാഹ നിശ്ചയം നടക്കുന്നതായിരിക്കുന്ന ദിവസം 10 ദ്രഹ്മപ്പണം ഈ സ്ത്രീയെ വിവാഹ നിശ്ചയത്തിൽ പ്രവേശിക്കപ്പെട്ടതായിരിക്കുന്ന ഈ സഹോദരിയെ ഏൽപ്പിക്കും. അവളത് വളരെ സൂക്ഷ്മമായി സൂക്ഷിക്കണം. വിവാഹ ദിവസം ഇത് വരനെ തിരികെ ഏൽപ്പിക്കണം. ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ തിരികെ ഏൽപ്പിക്കണം. അതിലെന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ, അത് നഷ്ടപ്പെട്ടാൽ, ഒരു വേള ഈ പുരുഷന് ഈ വിവാഹ ബന്ധത്തിൽ നിന്നും മാറിപ്പോകാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ വിവാഹം നടത്താതിരിക്കാനുള്ളതായിരിക്കുന്ന അവകാശം എന്ന് യഹൂദ പാരമ്പര്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ അർത്ഥം അത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് വിവാഹ നിശ്ചയവും വിവാഹവും ആ കാലയളവിൽ നടന്നുകൊണ്ടിരുന്നത്. വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന ദിവസമാണെന്ന്, വളരെ പ്രാധാന്യമുള്ളതായ തീരുമാനമാണ് നിങ്ങൾ ഇരു കുടുംബങ്ങളും ഇന്ന് പകൽ ദൈവസഭയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ കൂടിയാണ് ദൈവസഭയിൽ സ്തുതിക്കുന്നു. നമുക്ക് സന്തോഷിക്കാനുള്ളതായ ദൈവം അവസരം തന്നിരിക്കുകയാണ്. ഇനിയുള്ള ചില ദിവസം, ഇനി എത്ര ദിവസമുണ്ട്? അടുത്ത അപ്പൊ ഇനിയുള്ളതായിരിക്കുന്ന ദിവസം ഞാൻ വിവാഹ ചെയ്തിരിക്കുന്നത് വയനാട്ടിൽ. ഒരു 30-33 വർഷം വിവാഹം. അന്ന് ഇതുപോലെ ഫോണും മറ്റ് സാധ്യതകളൊന്നുമില്ല, വളരെ ദൂരെയാണ്. എൻ്റെ വിവാഹം നിശ്ചയിച്ച് 3 മാസം കഴിഞ്ഞിട്ടാണ് വിവാഹം നടന്നത്. ഒരു കത്തയച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിന് മറുപടി വരുമ്പോഴത്തേക്ക് 2 മാസം പിടിക്കും. അപ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കുന്നതായ കാലഘട്ടം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇനിയുള്ളതായിരിക്കുന്ന ദിവസം ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരുക്കത്തിന്റെ ദിവസമാണ്.
ഈ വിവാഹം നടത്താൻ ആ ദിവസത്തിന് വേണ്ടിയുള്ളതായ ഒരുക്കത്തിൻ്റെതായിരിക്കുന്ന ദിവസങ്ങളാണ്, തയ്യാറെടുപ്പിന്റെ ദിവസങ്ങളാണ്, സ്വപ്നം കാണുന്ന ദിവസങ്ങളാണ്. വിവാഹം നടക്കും, നിങ്ങളുടെ കൂടെ ഇവിടെ പോകും, എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ആയിരിക്കും, വരും ചെയ്യാണ്. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇന്ന് സ്വപ്നം കണ്ട് ആ സന്തോഷിക്കുന്നതായിരിക്കുന്ന ദിവസങ്ങൾ. ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരുക്കത്തിന്റെ നാളുകളാണ്, തയ്യാറെടുപ്പിന്റെ നാളുകളാണ്. ഈ ദിവസങ്ങളിൽ 25-ാം തീയതി നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരുവാൻ ഉള്ള തയ്യാറെടുപ്പ്, അതിനുവേണ്ടിയുള്ളതായ ഒരുക്കങ്ങൾ, ഒരു ഭാര്യ എന്ന നിലയിൽ എന്തെല്ലാം കടപ്പാടുകളുണ്ടെന്നുള്ളതായ കാര്യം, അതിനുവേണ്ടിയുള്ളതായ ഒരു ഒരുക്കം ആവശ്യമാണ്. ഒരു ഭർത്താവ് എന്നുള്ളതായ നിലയിൽ ഷൈജു സഹോദരൻ അതിനുവേണ്ടി ഒരുങ്ങുവാൻ, അതിനുവേണ്ടി തയ്യാറെടുക്കുവാനായിട്ട് ഇടയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വിശുദ്ധ ബൈബിളിൽ കർത്താവ് പറഞ്ഞ ഉപമ നമുക്ക് അറിയാം. 2 വീട് പണികളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ, 2 വ്യക്തികൾ വീട് പണിതു. ഒരു മനുഷ്യൻ പാറമേൽ വീട് പണിതു, മറ്റൊരു മനുഷ്യൻ മണ്ണിന്മേൽ വീട് പണിതു. അല്പം കഴിഞ്ഞു, 2 വീടുകളിലും 2 ഭവനങ്ങളിലും കാറ്റടിച്ചു, തിരമാലകൾ പൊങ്ങി, ശക്തമായി കാറ്റടിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, മണലിന്മേൽ പണിത വീട് തകർന്നുപോയി, പാറമേൽ പണിയപ്പെട്ടതായിരിക്കുന്ന വീട് നിലനിന്നു. ഞാൻ പറഞ്ഞതിന്റെ പൊരുള്, ഇനിയുള്ള ദിവസമെങ്കിലും ഒരു നല്ല കുടുംബജീവിതം പണിയുവാൻ ആവശ്യമായിരിക്കുന്ന തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അനേക ഭവനങ്ങൾ തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്, സ്ഥിരതയില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ എന്നോട് യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി, വിവാഹിതയാണ്, 2 മക്കളുണ്ട്, മറ്റൊരു പുരുഷന്റെ കൂടെ നാട് വിട്ടു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പലയിടത്തും കുടുംബ ജീവിതം ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു, പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടതായ വീട് നിലനിൽക്കും. 2 വീടുകളിൽ കാറ്റടിച്ചു, തിരമാലകൾ മുങ്ങിയോ, കാറ്റുകൾ ശക്തമായി വീശി. എന്നാൽ പാറമേൽ അടിസ്ഥാനം ഇട്ട് പണിയപ്പെട്ടതായിരിക്കുന്ന ആ വീട് നിലനിന്നുവെങ്കിൽ കർത്താവ് പറഞ്ഞ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ഈ വചനങ്ങളെ കേട്ട് വീട് പണിത ബുദ്ധിയുള്ള പാറമേൽ വീട് പണിത മനുഷ്യനെ ബുദ്ധിയുള്ള മനുഷ്യൻ നിന്നു, മണലിന്മേൽ വീട് പണിതതായ മനുഷ്യനെ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ നിന്നു കർത്താവിടെ പറയുന്നതായി. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭവനത്തിന്റെ പണികൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെതായ പണികൾ പാറമേൽ അടിസ്ഥാനപ്പെട്ട്, ദൈവവചനത്തെ അടിസ്ഥാനപ്പെട്ട് പണിയപ്പെടുന്നതായിരിക്കുന്ന ഒരു ഭവനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവവചനം കേൾക്കുന്നു, നമ്മൾ ക്രിസ്തീയ വിശ്വാസികളാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, 2 വീട്ടിന്മേലും കാറ്റടിച്ചു. നമ്മൾ മറ്റുള്ളവരിൽ ആരെങ്കിലും വ്യത്യസ്തരല്ല. നമുക്കും പ്രശ്നങ്ങളുണ്ടാകാം, നമുക്കും പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ നിലനിൽക്കണമെങ്കിൽ ദൈവവചനത്തിന് അടിസ്ഥാനമായി നിങ്ങളുടെ കുടുംബജീവിതത്തെ പണിയുവാൻ
നിങ്ങൾ തയ്യാറാകണം. ലോകത്തിൽ നമുക്ക് പ്രാധാന്യം നൽകാൻ പോകുന്ന അനേക കാര്യങ്ങളുണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവചനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നാം നമ്മുടെ കുടുംബ ജീവിതത്തെ പണിയുവാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ ഇടയായി. ഇസ്രായേൽ ജനം വീട് പണിയുന്നതിനെ കുറിച്ച് ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും ഒരു കെട്ടിടപ്പണിയെ കുറിച്ചാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പുതിയ വീട് പണിതാൽ ആ വീട്ടിൽ നിന്നും വീട്ടിൻ മുകളിൽ നിന്നും വല്ലവരും വീണ് വീട്ടിന്മേൽ രക്തപാതകം ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ അതിന് കൈമതിലുണ്ടാകണം. ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരു കെട്ടിടം പണിതാൽ, ഒരു വീട് പണിതാൽ ആ വീട്ടിന്റെ മുകളിൽ നിന്നും വീണ് ആ വീട്ടിൽ രക്തപാതകം ഉണ്ടാകാതിരിക്കുവാൻ കൈമതിലുണ്ടാകണം. എന്നുവെച്ചാൽ ചുറ്റും മുകളിൽ പാരപ്പറ്റ് എന്നൊക്കെ പറയാതിരിക്കും ഉണ്ടാകണം. ഞാനതിനെ ഇവിടെ ഒരു കെട്ടിടം പണിയെ കുറിച്ചാണെങ്കിലും ഞാനതിനെ നമ്മുടെ കുടുംബത്തിന്റെ പണിയെ കുറിച്ച് ഉള്ള അർത്ഥത്തിൽ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവസാനിപ്പിക്കാം. കൈമതിൽ പണിയുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 ദിക്കുകളുണ്ട്. 4 വശത്തും അതിന്റെ മുകളിൽ കൈമതിലുണ്ടാകും. നമ്മുടെ കുടുംബജീവിതം പണിയപ്പെടുമ്പോൾ നമ്മൾ ചില കൈമതിലുകൾ പണിതേ മതിയാകും. നിങ്ങൾ 25-ാം തീയതി വിവാഹത്തിലേക്ക് പ്രവേശിക്കും. അന്ന് മുതൽ നിങ്ങൾ ഒന്നാണ്. നിങ്ങളൊരു കുടുംബമായി തീരുകയാണ്. നിങ്ങളുടെ ജീവിതം തകർന്നു പോകാതിരിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ ചില കാര്യങ്ങൾ നമ്മൾ തയ്യാറെടുക്കുകയും ചില പണികൾ നടത്തിയേ മതിയാകുകയുള്ളൂ. എന്താണ് ഈ കൈമതിൽ? ഒന്നാമതായി എന്റെ മനസ്സിൽ വന്ന ഞാൻ എന്താ പറയട്ടെ, സ്നേഹത്തിന്റെയും കരുതലിന്റെയും കൈമതിൽ നിങ്ങൾ പണിയണം. നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കരുതലും ഉണ്ടാകും. ഷൈജുവിനെ കരുതുന്ന ആളായിരിക്കും. ഷൈജു ഷെറിനെ കരുതുന്ന ആളായിരിക്കും. അപ്പോൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും കൈമതിൽ പണിയപ്പെട്ട് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാനായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ബദ്ധപ്പാടുകൾ സഹിക്കണം. അതിനുവേണ്ടി ത്യാഗം സഹിക്കണം. അതിനുവേണ്ടി താണുകൊടുക്കുവാൻ തയ്യാറാകണം. അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ ധന്യമായി. അതിനെന്താ ആവശ്യം? അതിന്റെ ആവശ്യം നിങ്ങൾ പരസ്പരം അറിയണം. പരസ്പരം അറിയാം. ഇത് ഷെറിനാണെന്ന് ഷൈജുവിനും, അത് ഷൈജുവാണെന്ന് ഷെറിനും അറിയാം. പക്ഷേ ഇനി ഒന്നിച്ച് ജീവിക്കുമ്പോഴേ ആരാണെന്ന് പരസ്പരം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. സ്വഭാവം എന്താണെന്നും അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നും അവരുടേതായ താല്പര്യങ്ങൾ എന്താണെന്നും ഒക്കെ അടുത്തറിയാൻ പോകുന്നതായ സമയങ്ങളാണ്. ആ സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇരുവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്വഭാവങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. നമ്മൾ മനുഷ്യരാണ്. എന്നാൽ അവിടത്തെയും കരുതലും സ്നേഹവും പകർന്നു കൊടുത്തുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനും പരസ്പരം ശുശ്രൂഷിക്കുവാനും. സാധാരണ നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, എപ്പോഴും കരുതുന്നത് ആരാ? ഭാര്യ ഭർത്താവിനെയാണ് ശുശ്രൂഷിക്കേണ്ടത്. ആവശ്യമാണ് ഭർത്താവ് ഭാര്യയും ശുശ്രൂഷിക്കാൻ. നിങ്ങൾ ഒരു ശരീരമായി തീരാൻ പോവുകയാണ്. നിങ്ങൾ ഒന്നായി തീരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പരസ്പരം കരുതുവാനും സ്നേഹിക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബജീവിതം ശ്രേഷ്ഠമായി തീരും. അത് പരസ്പരം നിങ്ങൾ അറിയണം. ചില നാളുകൾക്ക് മുമ്പ് മനോരമ പത്രത്തിൽ വന്നതായിരിക്കുന്ന
ഞായറാഴ്ച സൺഡേ സപ്ലിമെന്റിൽ ഒരു ഇന്നത്തെ ചിന്ത എന്ന് പറഞ്ഞ ഒരു കോളമുണ്ട്. സാധാരണ ഞാനത് വായിക്കുന്നതാണ് ഞായറാഴ്ച. അത് ആത്മീയ ചിന്ത ഉള്ളതായിരിക്കുന്ന ഒരു കോളം. അതിൽ വന്നതായിരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ വായിക്കുവാനായിട്ട് ഇടയായി. ഒരു മനുഷ്യൻ ഒരു ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് ഡോക്ടർ വരുവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. അദ്ദേഹം പ്രതീക്ഷിച്ച സമയത്ത് ഡോക്ടർ വന്നില്ല. അദ്ദേഹം വളരെ അസ്വസ്ഥനായി തീർന്നു, വളരെ വിഷമമുള്ളവനായി തീർന്നു. കാരണം അദ്ദേഹത്തിന് വളരെ തിടുക്കത്തോടെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അത് കുറച്ച് കഴിയുന്നതായ സമയത്ത് ഡോക്ടർ വന്നു. ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറോട് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി അദ്ദേഹം വളരെ തിടുക്കമുള്ള മനുഷ്യനെ പെട്ടെന്ന് പോകുവാനായിട്ട് ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ ഈ മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എത്ര തിടുക്കം കാണിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്ന സമയത്ത് ഇത്ര മണിക്ക് എനിക്ക് മറ്റൊരു അപ്പോയിൻമെന്റ് ഉണ്ട്, എനിക്ക് അവിടെ ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ ചോദിച്ചു, എന്താണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്? പറഞ്ഞു, എൻ്റെ ഭാര്യ ദീർഘനാളായിട്ട് ശയ്യാവലംബയാണ്, അവൾ കോമാവസ്ഥയിലാണ്. അവളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഇന്ന സമയത്ത് എനിക്ക് അവിടെ ചെന്നെങ്കിൽ അവിടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, കോമാവസ്ഥയിൽ കിടക്കുന്ന അങ്ങയുടെ ഭാര്യ എപ്പോൾ ചെന്നാലും ഒന്നും തിരിച്ചറിയാൻ പോകുന്നില്ല, മനസ്സിലാക്കാൻ കഴിയത്തില്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് പ്രസക്തം. അദ്ദേഹം പറഞ്ഞു, അവൾക്ക് എന്നെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അവളെ എനിക്കറിയാം. ഒരുപക്ഷെ അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പ്രയാസം കാണും, പക്ഷേ എനിക്ക് അവളെ മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് എന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ എനിക്ക് തിടുക്കമുണ്ട്, പോയേ മതിയാവുള്ളൂ. ഇതുപോലെ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ തിടുക്കമുള്ളവരായി, ഏകാഗ്രതയുള്ളവരായി, സമർപ്പണമുള്ളവരായി തീരുവാനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കടപ്പാടുകളും ശുശ്രൂഷകളും ചെയ്ത് പരസ്പരം ആ മതിൽ പണിയുവാനായി, കൈമതിൽ പണിയുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കൈമതിലാണ് നിങ്ങളുടെ മധ്യത്തിലുള്ളതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന വിഷയം. നമ്മൾ ആത്മീയരാണ്, ആത്മീയമൊക്കെ തകർന്നു പോകുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക കാര്യങ്ങൾ. എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും, എത്രത്തോളം ആത്മീയരാണെന്ന് പറഞ്ഞാലും, സാമ്പത്തികമായി നമ്മൾ തകർന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വീഴ്ചകൾ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ കുടുംബം പണിയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ക്രമീകൃതമായിരിക്കും. നമ്മുടെ വരുമാനം അനുസരിച്ച്, നിങ്ങളുടെ വരുമാനം അനുസരിച്ച് ചിലവഴിക്കാതിരിക്കണം. വരുമാനം ഉണ്ടാക്കുവാനായി ശ്രമിക്കണം. ഉണ്ടാക്കുക മാത്രമല്ല, നന്നായി ചിലവഴിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. സാധാരണ നമ്മുടെ ഇടയിലൊക്കെ പറയാറുണ്ട്, ഭാര്യമാര് വസ്ത്രത്തോട് വളരെ ഭ്രമമുള്ളവരാണ്. അതെയാണ് നമ്മുടെ ഇടയിൽ കൂടുതലായി കാണുന്നത്. അപ്പോൾ വസ്ത്രശാലയിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ഉള്ളതനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങുവാൻ, ആർഭാടങ്ങൾ നിർവഹിപ്പാൻ, ആവശ്യങ്ങൾ നിർവഹിപ്പാൻ നിങ്ങൾക്കിടയാകണം. നിങ്ങൾ ഇപ്പോൾ കഥാദാസന്മാർ 25-ാം തീയതി ശുശ്രൂഷകൾ ചെയ്ത് നിങ്ങളെ ഒന്നിപ്പിക്കും. ഇതുപോലെ അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹമാണ്. പക്ഷെ എത്ര ശ്രേഷ്ഠരായ ദേവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്താലും നിങ്ങൾ എടുക്കുന്ന തീരുമാനവും നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിയുമാണ് നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ടതായ ഘടകം. അത് മാത്രമെന്നാണ് ഞാൻ പറഞ്ഞത്, അത് വലിയ ഘടകം. അതുകൊണ്ട് മറ്റൊരു കൈമതിലാണ് സാമ്പത്തികമായിരിക്കുന്ന ഭദ്രതായ മറ്റൊരു കൈമതിലേക്ക് ഞാൻ നിർത്തട്ടെ.
വിശ്വാസവും ദൈവത്തിനുള്ളതായിരിക്കുന്ന ആശ്രയം. നമ്മൾ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ദൈവവിശ്വാസം കൈവിടരുത്. പ്രതിസന്ധികൾ ഉണ്ടാകാം, ദൈവവിശ്വാസം കൈവിടരുത്. പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം, ദൈവാശ്രയം കൈവിടരുത്. ദൈവത്തിനുള്ളതായ ആഴമായി വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങൾ നിലനിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതം ധന്യമായി തീരുവാനായിട്ട് ഇടയായിരിക്കും. ഇവിടെ ഈ ശുശ്രൂഷ ലീഡറായ കാമദാസൻ കാനാവിലെ കല്യാണത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. കാനാവിൽ ദേശത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. കർത്താവിനെയും എൻ്റെ അമ്മയും ആ കല്യാണത്തിന് ക്ഷണിച്ചു. അവിടെ അവരുടെ പ്രധാന ഭൂതങ്ങളിൽ വീഞ്ഞ് തീർന്നുപോയി. കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ ശുശ്രൂഷയെ പുറത്തെടുത്തി വെച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? കണക്കുകൂട്ടലുകൾ തെറ്റി. ആ വീഞ്ഞ് തീർന്നു പോകാൻ കാരണം അവർ കണക്കുകൂട്ടലുകൾ തെറ്റി. ഒരു പക്ഷേ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് വരാം. കർത്താവ് നിങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുറവുകളെ തീർക്കാൻ അവൻ വീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം, പരാജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുവാൻ നാം സേവിക്കുന്ന ദൈവം സ്തുതിക്കാം. വീട് ബുദ്ധികെട്ട മനുഷ്യന്റെയും ബുദ്ധി ഇല്ലാത്ത മനുഷ്യന്റെയും വീട് പണിയെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. പാറമേൽപ്പെടുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ, മണലിന്മേൽപ്പെടുന്ന ബുദ്ധികെട്ടതായിരുന്ന മനുഷ്യൻ. എന്താണ് നമുക്ക് സംഭവിച്ചത്? അവർ മുന്നിൽ വരാൻ പോകുന്നതായിരിക്കുന്ന കാറ്റിനെ കുറിച്ച് ആ മണലിന്മേൽപ്പെടുന്നതായിരുന്ന മനുഷ്യൻ മനസ്സിലാക്കിയില്ലായിരുന്നു. 2 ഭവനത്തിന്മേലും കാറ്റടിച്ചു. ഒരുപക്ഷെ കാറ്റുകൾ നമ്മുടെ കുടുംബത്തിലെ അടിച്ചത് വരാം. നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ പല ശക്തികൾ നമുക്കെതിരായി പ്രവർത്തിച്ചത് വരാം. അതിന്റെ മധ്യത്തിൽ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾക്ക് പണിയാൻ